ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു ഒലത്താണ് കേട്ടോ. കടച്ചക്ക ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഉണ്ടടുത്ത് പറയുന്ന ഒരു കടച്ചക്ക കടയിൽ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പച്ചക്കറിയൊക്കെ വേറെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇരിക്കുന്നത് ആദ്യം തീരട്ടെ, എന്നിട്ട് ഇനി അടുത്തത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ അത് കാരണം പുള്ളി കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേക്കും കടച്ചക്ക വാങ്ങിക്കണമെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. ശരിക്കും കടച്ചക്ക നമ്മൾ പച്ചച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് വറുത്തരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കടച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായില്ലേ, മറ്റേ ചക്കയുടെ ഫാമിലിപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. അതാണ് കടച്ചക്ക. അപ്പോൾ ഇത് ഞാനങ്ങനെ പറയാൻ കാരണം, ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ചോദിച്ചത് എന്ത് സാധനമാണ് ചേച്ചിന്ന്. അപ്പോഴേ ഇതറിയാൻ പാടില്ലാത്ത ആളുകളുണ്ടോ എന്ന് ചിന്തിച്ചത്. അപ്പോൾ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്കിത് ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു, പക്ഷേ ആൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആളത് കഴിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ ഞാനത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു പാൻ വയ്ക്കുക, ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ സവാളയാണെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ ചോപ്പറിലിട്ട് വലിച്ചിട്ടാണ് അത് അത്ര ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണക്കമുളക് ക്രഷ് ചെയ്തതില്ലേ, അതാണ് കുറച്ച് ഇടുന്നത്. എരിവൊക്കെ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഇതിന് വലിയ എരിവൊക്കെ ആയി കഴിഞ്ഞാൽ അതിനകത്ത് തിന്നാനായിട്ട് പാടായിരിക്കും. അതാണ് കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിങ്ങനെ സ്ക്വയറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴുകി പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന കഴുകി വെച്ച പാത്രത്തിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ച് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളത്തിലിട്ട് വേവിക്കേണ്ട സാധനമൊന്നുമല്ല. ആവി കൊണ്ടാൽ തന്നെ വേവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും സ്ലിമ്മിൽ തീയിട്ടിട്ട് നന്നായിട്ട് വേവാനുള്ളൊരു ചാൻസ് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഒരു തിരക്കിലാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചോറ് വേവുന്നത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടാമത് വെച്ചിട്ടുള്ളത് പിള്ളേർക്കുള്ള പാലാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു തിരക്കിൻ്റെ സമയത്താണ് നമ്മളിതൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും പോകേണ്ടതാണ്. പിള്ളേരെ രണ്ടിനെയും ഡേ കെയറിലാക്കണം, എനിക്ക് പോകണം, ഹസ്ബൻഡിന് പോകണം. അപ്പോൾ ആ ഒരു തിരക്ക് പിടിച്ച സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കടച്ചക്ക സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനത് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചാറുകറി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡായിട്ട് ഇതും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ, ബൈ.